വിവരം ലഭിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ ജ്ഞാനിയാക്കി തീർക്കും എന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് ഇന്നത്തെ തലമുറ ജീവിക്കുന്നത്, ഞാനുൾപ്പെടെയുള്ള ഇന്നത്തെ തലമുറ ജീവിക്കുന്നത് എന്നാണ് ഞാൻ പറയുക. വിവരം കൈക്കലാക്കുക എന്ന് പറയുന്നതല്ല വിജ്ഞാനത്തിൻ്റെ അടയാളം എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഈ അറിവ് എന്നുള്ളത് ആർജിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിവരം എന്നുള്ളത് ആർജിച്ചു കഴിഞ്ഞാൽ, അത് നേരെ ഇപ്പോൾ പോകുന്നത് അഹന്ത എന്നുള്ള അടുത്തൊരു ഘട്ടത്തിലേക്കാണ്. അപ്പോൾ അറിവുള്ളവരെല്ലാവരും എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ബോധ്യം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത അഹന്തയിലേക്ക് അതങ്ങ് പോവാണ്. ആ അഹന്തയിലേക്ക് പോയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ പഠനം എന്നുള്ള പ്രക്രിയ അവിടെ വെച്ച് ബ്ലോക്ക് ആവുകയാണ്. അപ്പോൾ ഈ അറിവ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ വിരൽത്തുമ്പിൽ അറിവുണ്ട് എന്നുള്ള ഒരു ചിന്ത തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യനെ പഠിക്കാൻ പ്രേരിപ്പിക്കുകയല്ല, പഠനത്തിനൊരു തടസ്സമാവുകയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണത്. എനിക്ക് ഈ വിവരങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ളത് കൊണ്ട് എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ ആ അറിവ് അഹന്തയിലേക്ക് നേരിട്ട് പോവാണ്. ശരിക്കും അറിവ് അലിവിലേക്കാണ് പോകേണ്ടത്. സ്വാഭാവിക മുറയിൽ നമ്മൾ അധ്വാനിച്ച് അറിവ് ആർജിക്കുമ്പോൾ, യാതനയിലൂടെ അറിവ് ആർജിക്കുമ്പോൾ അത് ചേതനയിലേക്ക് നയിക്കുകയാണ് ചെയ്യുക. അപ്പം അധ്വാനിച്ച് അറിവ് ആർജിക്കുമ്പോൾ ആ അറിവ് അലിവിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ആ ഒരു സ്വാഭാവിക പ്രക്രിയയ്ക്ക് ഇന്നൊരു തടസ്സം വന്നിരിക്കുകയാണ്, ഒരു ഭംഗം വന്നിരിക്കുകയാണ്. ഇത്രയധികം നമ്മുടെ വിരൽത്തുമ്പിൽ അറിവുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്കെല്ലാം അറിയാം, ശരിക്കും എനിക്കല്ല അറിവുള്ളത്, ഈ ഡിവൈസിനാണ് അറിവുള്ളത് എന്നുള്ള ഒരു ബോധ്യം നമ്മളിൽ പലർക്കും ഇല്ലാണ്ടാകുന്നു എന്നുള്ളതാണ് ഞാൻ കുട്ടികളോട് പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ അറിവ് എന്നുള്ളത് നമ്മുടെ അനുഭവവും നമ്മൾ ആർജിച്ചെടുക്കുന്ന, നമ്മൾ ജീവിച്ച് തീർക്കുന്ന ഓരോ നിമിഷവും യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതിനുള്ള തുറന്ന മനസ്സും പഠിക്കാനുള്ള ഒരു ജിജ്ഞാസയും മാത്രമാണ് നമുക്ക് ജീവിതത്തിനോട് അങ്ങോട്ട് തിരിച്ച് നൽകാൻ സാധിക്കുന്നത്. അപ്പം അത് നിരന്തരമായിട്ട് നൽകിക്കൊണ്ടിരിക്കുക. ആ ഒരു ഒഴുക്കിനെ, ഈ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഒരു അറിവ് എന്നുള്ള ഒരു മിഥ്യ, അതിനെ ഒരു തടസ്സമായി, ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിന് അത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ഇപ്പോഴും മനുഷ്യന് മനുഷ്യരിൽ നിന്നും അല്ലാതെ അതിനേക്കാളും വലിയ ഒരു എന്താ പറയുക, ഹ്യൂമൻ ലൈബ്രറി എന്നുള്ളതിനേക്കാളും വലിയ ഒരു അറിവിൻ്റെ ഭണ്ഡാരം ഉണ്ട് എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല. താങ്ക് യു.